ഫുക്കറ്റ് ഡൽഹി വിമാനം ആകാശചുഴിയിൽ വീണ സംഭവത്തിൽ ഉറക്കമില്ലായ്മയ്ക്ക് മരുന്നുകൾ കഴിച്ചിരുന്നതായി മൊഴി നൽകി പൈലറ്റ് ഇൻ കമാൻഡ്. എൻക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്കാണ് മൊഴി നൽകിയത്. ഫുക്കറ്റിലെ വിശ്രമ സമയത്തും ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്നും മൊഴിയിലുണ്ട്. ശരത്ലാലുണ്ട് വിവരങ്ങളുമായി. ശരത്ലാൽ, പൈലറ്റുമാരുടെ മൊഴി പുറത്തേക്ക് വരികയാണ്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ക്യാപ്റ്റൻ അതായത് സുദീപ് വശിഷ്ഠാണ് ഇത് സംബന്ധിച്ച് AIIBക്ക് നൽകിയ മൊഴി പുറത്തു വന്നിരിക്കുന്നത്. താൻ ഉറക്കമില്ലായ്മയ്ക്ക് മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തന്റെ മരുന്ന് കഴിഞ്ഞപ്പോൾ ഫുക്കേതിലുള്ളപ്പോഴും അതായത് 24 മണിക്കൂർ തനിക്ക് ഓഫ് ഡ്യൂട്ടി ആയിരുന്നു. ആ സമയം ഉറക്കമില്ലായ്മയ്ക്ക് മരുന്ന് കഴിച്ചിരുന്നു. അതിനുശേഷം തനിക്ക് ഉറക്കമില്ലായ്മയ്ക്കുള്ള ഉറക്കം പിന്നെ വന്നിരുന്നില്ല. പിന്നീടും താൻ ഉറക്കമില്ലായ്മ മരുന്ന് കഴിച്ച ശേഷമാണ് ഈ പൈലറ്റ് അല്ലെങ്കിൽ ഈ ചുമതല ഏറ്റെടുത്തത് എന്നാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഡോക്ടർമാർ നൽകിയ പ്രിസ്ക്രിപ്ഷന്റെ കോപ്പിയും അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പേ നൽകിയിട്ടുണ്ട്. ഏതായാലും 17 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ ഈ ഫുക്കേത്ത് ദില്ലി വിമാനത്തിലെ അല്ലെങ്കിൽ എയർ ഡ്രോപ്പിംഗ് ആകാശചുഴിയല്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വിവരം. കാരണം ഈ വിമാനത്തിൽ നിരവധി കംപ്ലൈന്റുകൾ ഉണ്ടായിരുന്നു. ഹൈഡ്രോളിക് അതുപോലെ തന്നെ വിമാനത്തിലെ പല സാങ്കേതിക തകരാറും നേരത്തെ തന്നെ എയർ ഇന്ത്യക്ക് അറിയാമായിരുന്നു വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട് സോന. അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായ കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകുന്നു എന്ന് പറയാൻ കഴിയും. ഏതായാലും ക്യാപ്റ്റൻ അതായത് വെളിവില്ലാത്ത രീതിയിൽ കോക്പിറ്റിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തെ സംബന്ധിച്ചോളം സുന്ദീപിനെ സംബന്ധിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് നേരിടുന്നത്. അദ്ദേഹം ഉറക്കില്ലായ്മയ്ക്ക് മരുന്ന് കഴിച്ചോ അല്ലെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ഡ്രഗിൽ അടിമയായോ എന്ന കാര്യത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ടെസ്റ്റിൽ അതിൽ കഞ്ചാവിന്റെ സാന്നിധ്യം അനാസ്ഥ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ശരത്ലാലാണ് ഡൽഹിയിൽ നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.